ഹേ ഡിയേഴ്സ്, രാത്രിക്കുള്ള കുക്കിംഗ് പരിപാടിയിലാണ് കേട്ടോ. അപ്പം സവാള കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുഖത്ത് പല പല ഭാവങ്ങളും വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സവാള കട്ട് ചെയ്യുമ്പോഴേ കണ്ണെരിയാതിരിക്കാൻ വല്ല സൂത്രവും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബൈ ദ ബൈ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണേ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തു. അതിൽ കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കൂടുതൽ സവാള ആവശ്യമുണ്ട്. മെയിനായിട്ട് സവാളയാണ് കേട്ടോ വേണ്ടത്. അതിതുപോലെ സ്ലൈസ് ചെയ്തതാണ്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും പച്ചമണം പോകുന്നവരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല അതുകൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ തേങ്ങയൊന്ന് പേസ്റ്റാക്കി എടുത്താണ്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റാം. പിന്നെ ഞാൻ ഇതുപോലെ മുട്ടൻ്റെ തോട് കളയുന്നത് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സംഭവം സൂപ്പറാണ്, എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ തിളച്ച കറിയിലേക്ക് നമ്മുടെ ഈ ബോയിൽ ചെയ്ത എഗ്സൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് കുറുകി വരുമ്പോൾ മല്ലിയിലയും കൂടി തൂവി കൊടുത്താൽ നമ്മുടെ കറി റെഡി. അപ്പം മുട്ടയില്ലെങ്കിൽ നിങ്ങൾക്ക് വെറും ഉള്ളി കൊണ്ട് മാത്രമാണെങ്കിലും ഇത് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. അതിന് കോമ്പിനേഷനായിട്ട് ഇടിയപ്പമാണ് കേട്ടോ. പാലക്കാട് സൈഡ് നൂലുപുട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. കാണാനും കഴിക്കാനൊക്കെ വളരെ ഈസിയൊക്കെ ആണെങ്കിലും ഈ നൂലുപുട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് ടഫായിട്ടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മാവ് ആ പാകത്തിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് ചുറ്റിച്ചെടുക്കാൻ നമുക്ക് എളുപ്പത്തിലുള്ളൊരു സാധനം കയ്യിലുണ്ട്. പഴയ ആ ഒരു പ്രസ് ചെയ്യുന്ന ടൈപ്പല്ല, ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചുറ്റിച്ച് കൊടുത്താൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം, ബോയിൽ ചെയ്താൽ മതി. അപ്പോൾ സൂപ്പറായിട്ടുള്ള ഇടിയപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയണം. പക്ഷേ ഇതിൻ്റെ കൂടെ ചിക്കനാണ് കുറച്ചുകൂടി നല്ല കോമ്പിനേഷൻ. അപ്പം ഞാനൊരു 2-3 ഇടിയപ്പവും അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് കറിയും ഒരു മുട്ടയൊക്കെ ഇട്ടിട്ട് രാത്രി ഫുഡ് സൂപ്പറായിട്ട് കഴിച്ചു. നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ.